നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂർ. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചു. പശുവിനെ അമ്മയായി ചിത്രീകരിച്ചുകൊണ്ട് മാതാവായി കണക്കാക്കി പശുവിനെ വിൽക്കാനും കൊല്ലാനും തിന്നാനും പാടില്ല എന്നാണ് പുതിയ നിയമം. ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയുന്നു, എടാ ചായക്കടക്കാരൻ പാരട്ട മോദി, എന്റെ ഈ കോപ്പിലെ നിയമങ്ങൾ കേന്ദ്രത്തിലോ പൊട്ടന്മാര് വസിക്കുന്ന ഗുജറാത്തിലോ കൊണ്ടുപോയി പ്രഖ്യാപിക്കുക. പൊന്നുമോനെ സ്ഥലം വേറെയാടാ, അല്ല ചങ്കുറപ്പും മെയ്യുറപ്പും കയ്യുറപ്പുമുള്ള ചോണക്കുട്ടികൾ വസിക്കുന്ന ആളാണ് കേരളം. ഇവിടെ എന്റെ ഈ കോപ്പിലെ നിയമം വില പോവില്ല. പിന്നെ ഞങ്ങളുടെ ജാതിയും മതവും രാഷ്ട്രീയ കാഴ്ചപ്പാടെല്ലാം വേറെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് തീരുമാനിക്കണം ഞങ്ങളാ. അതിനുള്ള അവകാശം ഞങ്ങൾ ആർക്കും തീറവി തന്നിട്ടില്ല. പിന്നെ പശുവിനെ അമ്മ എന്ന് വിളിച്ചു നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പശുവിനെ പട്ടിയെ പൂച്ചയെ പഴുതാരെ ആരെ വേണമെങ്കിലും അമ്മയെന്ന് വിളിച്ചോ, അവനാരും കുറ്റം പറയുന്നില്ല. പക്ഷെ എനിക്കൊരിക്കലും പശുവിനെ അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് ജന്മം നൽകിയ പശു എല്ലാം മറിച്ച് എന്റെ അമ്മയാണ്. എന്നെ ഊട്ടിയതും ഉറക്കിയതും ഉണർത്തിയതും എന്നെ സ്കൂളിൽ വിട്ടതും എന്നെ കുളിപ്പിച്ചതും എല്ലാം എന്റെ അമ്മയാണ്. ഞാൻ പശുവിനെ ഒരിക്കലും അമ്മയെന്ന് വിളിച്ചിട്ടില്ല. പശു എന്നെ മോനെയെന്ന് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് പശുവിനെ അമ്മയെന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എന്റെ ഇസ്ലാമിക സുഹൃത്തുക്കൾ സഹോദരന്മാര് വ്രതം അനുഷ്ഠിച്ച് വൈകിട്ട് വാങ്ങു കൊടുക്കുന്ന നേരത്ത് അവർ നോമ്പ് മുറിക്കാൻ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നിങ്ങളെ നോക്കിക്കൊണ്ട് ബീഫ് ചിരിച്ചിരിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. അങ്ങനെ ഇപ്രാവശ്യവും നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ബീഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം. ഇനി ബീഫിനെ കൊന്നതിന്റെയും തിന്നതിന്റെയും പേരിൽ നമുക്ക് ജയിലിൽ പോകാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങ് ഒരുമിച്ച് പോവാം. താങ്ക് യു ഓൾ.